സാറും അതുപോലെ തന്നെ പ്രിയപ്പെട്ട പ്രേംകുമാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യാത്രകൾക്കും എഴുത്തിനും വായനയ്ക്കുമൊക്കെ വലിയ പങ്കുണ്ട്. നമ്മുടെ ജീവിതവും നമ്മുടെ വ്യക്തിത്വവും ഒക്കെ രൂപപ്പെടുത്തുന്നതിൽ യാത്രയും വായനയും ഒക്കെ വലിയ പങ്ക് വഹിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും നമ്മുടെ തന്നെ ജീവിതാനുഭവങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ഞാനത് പറയാൻ കാരണം എൻ്റെ ജീവിത അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ്. ഞാൻ കണ്ണൂർ ജില്ലയിലെ ഒരു കുടിയേറ്റ ഗ്രാമത്തിൽ ഒരു മലമ്പ്രദേശത്ത് ജനിച്ചു വളർന്ന ആളാണ്. 10ാം ക്ലാസ് വരെ അവിടെയാണ് പഠനം നടത്തിയതൊക്കെ. രാവിലെ 5 കിലോമീറ്റർ നടന്ന് സ്കൂളിൽ പോകണം, മലയിറങ്ങണം, വൈകുന്നേരം 5 കിലോമീറ്റർ നടന്ന് തിരിച്ച് മല കയറി വീട്ടിൽ പോവുക. അപ്പോൾ ആ പ്രദേശത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്തായിരുന്നു, എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ സാധിക്കും. 10 കിലോമീറ്റർ അങ്ങോട്ട് രാവിലെയും വൈകിട്ടും നടക്കുക, സ്കൂളിൽ പോകേണ്ട ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ കറണ്ട് കിട്ടിയത് എനിക്ക് തോന്നുന്നു 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലും കണ്ടു പഠിക്കുമ്പോഴാണ് എൻ്റെ വീട്ടിൽ കറണ്ട് കിട്ടിയത്. അപ്പോൾ അത്രയും ഞാനത് പറഞ്ഞത് അത്രയും ഒരു ഗ്രാമപ്രദേശത്ത് നിന്നും ഒരു മലപ്രദേശത്ത് നിന്നും സർക്കാർ സ്കൂളിൽ മലയാളം മീഡിയത്തിൽ 10ാം ക്ലാസ് വരെ പഠിച്ചു വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ ഒരു നാട്ടിൻപുറത്തുകാരൻ്റെ, ഒരു മലമ്പ്രദേശത്തുകാരൻ്റെ ജീവിതത്തോടുള്ള, ലോകത്തോടുള്ള കാഴ്ചപ്പാടും ചിന്താ രീതികളുമൊക്കെ എങ്ങനെയായിരിക്കും എന്ന് ഒരുപക്ഷെ നിങ്ങൾക്കും ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഞാനത് പറയാൻ കാരണം ഞാൻ അതിന് ശേഷം എറണാകുളത്ത് വന്നു. പിന്നീട് അതിന് ശേഷം ഹൈദരാബാദിൽ, ഡൽഹിയിൽ ഒക്കെ പഠിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു. അതോടൊപ്പം തന്നെ കുറേയധികം യാത്ര ചെയ്യാനും സാധിച്ചു. സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നമ്മുടെ ഒരു 80-85% ജില്ലകളിലും യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. സംസ്ഥാനങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് 85% ജില്ലകളിൽ പോകാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഒരു സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. പക്ഷെ ഞാനത് പറയാൻ കാരണം അത്ര അധികമായി യാത്ര ചെയ്യുകയും യാത്രകളെ ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. ഞാനത് പറഞ്ഞത് ആ യാത്രകളും അല്ലെങ്കിൽ അത്രയൊക്കെ അതുപോലെ നമ്മൾ നടന്നിട്ടുള്ള പല ഭാഗങ്ങളിൽ പോയതും അവിടെയുള്ള ജീവിതങ്ങൾ, ആളുകളുമായിട്ട് ഇടപെട്ടതും ജീവിതങ്ങൾ കാണാൻ സാധിച്ചതും ഒക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള മാറ്റം എൻ്റെ വ്യക്തിത്വത്തിലും എൻ്റെ സ്വഭാവത്തിലും എൻ്റെ കാഴ്ചപ്പാടിലുമൊക്കെ ഉണ്ടാവാൻ സഹായിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഒന്ന്, നമ്മൾ പല ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കൽ പോലും ചിന്തിക്കാത്ത, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഒരുപക്ഷെ നമ്മൾ നയാഗ്ര വെള്ളച്ചാട്ടത്തെ പോലെ അതിനോട് കിടപിടിക്കുന്ന വെള്ളച്ചാട്ടങ്ങൾ ഛത്തീസ്ഗഡിൽ നക്സൽ ഏരിയയിലുണ്ട്. ഛത്തീസ്ഗഡിൽ ചിത്രകൂട് വാട്ടർഫോൾസ്, ആരെങ്കിലും പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരു ദിവസം പൗലോ സാറൊക്കെ പോയിട്ടുണ്ടാവുമായിരിക്കും. ഇല്ല. ഛത്തീസ്ഗഡ് ചിത്രകൂട്, അതുപോലെ തന്നെ തിരത്ഗഡ് പോലുള്ള വെള്ളച്ചാട്ടങ്ങൾ ഇപ്പോൾ ഏഷ്യയിലെ നയാഗ്ര എന്നാണ് അറിയപ്പെടുന്നത്. അല്ലെങ്കിൽ അത്ര മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഇതൊക്കെ പലപ്പോഴും എക്സ്പ്ലോർ ചെയ്യാതെ പോവുകയാണ്. നമ്മൾ ഒരു യാത്ര പോകാൻ ആഗ്രഹിക്കുമ്പോൾ ആരും തന്നെ ഛത്തീസ്ഗഡിലേക്ക് പോകാനായിട്ട് ഇവിടുന്ന് ചിലപ്പോൾ ആരും താല്പര്യപ്പെട്ടൊന്നും വരില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പൊതുവിലും നക്സൽ ഏരിയാസാണ് കേട്ടോ ഇതൊക്കെ. ഞാൻ അവിടെയൊക്കെ ആ പ്രദേശങ്ങളിലൊക്കെ പോയി അവിടെയൊക്കെ മാസങ്ങളോളം താമസിക്കാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ കാണുന്ന ജീവിതവും അവിടുത്തെ പ്രകൃതിയും ഒക്കെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കാണാനും ആസ്വദിക്കാനും ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും ഒത്തിരിയധികം ഉണ്ട് നമുക്ക്. പക്ഷേ എല്ലാം സാധിച്ചൊന്നും വരില്ല. ഇതൊക്കെ ഓരോ ആളുകൾക്ക് ഓരോ സമയത്ത് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചൊക്കെയാണ്, അല്ലെങ്കിൽ സമയവും സന്ദർഭവും സാഹചര്യവും ഒക്കെ അനുകൂലമായി വരുമ്പോഴാണ് ഇതൊക്കെ ചിലപ്പോൾ സാധ്യമാവുക. ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് അത്രയധികമായി നമ്മുടെ നാട്ടിൽ തന്നെ, നമ്മുടെ ഈ രാജ്യത്ത് തന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇപ്പോൾ ഈവൻ കേരളത്തിലായാലും കേരളത്തിന് വെളിയിൽ പോകുമ്പോഴുമൊക്കെ
ഞാൻ വിദേശ രാജ്യങ്ങളിലും യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളാണ്. നമ്മൾ വിദേശത്ത് പോകുമ്പോഴും നമ്മൾ ഇന്ത്യയിൽ യാത്ര ചെയ്യുമ്പോഴും ഒക്കെയുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ യൂറോപ്പിൽ പോയാലും US പോയാലും ഓസ്ട്രേലിയയിൽ പോയാലും കാനഡയിൽ പോയാലും എവിടെ തിരിഞ്ഞു നോക്കിയാലും ഏതാണ്ടെല്ലാം ഒരുപോലെയാണ്, ഏതാണ്ടെല്ലാം ഒരുപോലെ തന്നെയാണ്. കാരണം എല്ലാ സ്ഥലത്തും ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ബാക്കിയിരിപ്പുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈവൻ ആർക്കിടെക്ചറിലായാലും എന്താ പറയുന്നത്, ജീവിത രീതിയിലായാലും ട്രാഫിക്കിലായാലും എല്ലാ കാര്യങ്ങളിലും നമുക്ക് ഒരു സെയിം പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഇനി പ്രകൃതി ഭംഗി ആസ്വദിക്കാനായിട്ട് നമ്മൾ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ, ഈ പറഞ്ഞ കോണ്ടിനെൻ്റലുകളിലൊക്കെ നമ്മൾ എവിടെ പോയാലും ഏതാണ്ടെല്ലാം ഒരുപോലെയൊക്കെ തന്നെയാണ്. വലിയ ഡിഫറൻസസ് ഓഫ് കോഴ്സ് ആർ ദെയർ, പക്ഷേ നമുക്കൊരു പരിധി വരെയൊക്കെ സിമിലാരിറ്റീസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലോ നമ്മൾക്ക് കാണുന്ന ഒരു ബയോഡൈവേഴ്സിറ്റി, അത് നമുക്ക് ലോകത്ത് പല സ്ഥലങ്ങളിലും പോയാൽ വളരെ അപൂർവമായിട്ടേ കാണാൻ കഴിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മൾ ഞാനീ പറഞ്ഞ യൂറോപ്പിലും US അല്ലെങ്കിൽ ഓസ്ട്രേലിയയിലും ഒക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾക്ക് കാണുന്ന ഗ്രീനറി എന്ന് പറയുന്ന ഒരേ ടൈപ്പ് ഓഫ് ഗ്രീനറിയാണ്. ഒരേ എനിക്ക് ഫീൽ ചെയ്ത കാര്യമുണ്ടോ, ഒരു പർട്ടിക്കുലർ പാറ്റേൺ ഉണ്ട് അതിന്. പക്ഷേ നമുക്കിവിടെ ഈ അങ്കമാലിയിൽ നിന്ന് നമ്മൾ പാറക്കടവിലേക്ക് പോകാൻ നേരത്ത്, മുഴുക്കുളത്തേക്ക് പോകാൻ നേരത്ത് ഇപ്പുറത്തോട്ട് നോക്കിയാൽ നമ്മൾക്ക് കാണുന്ന ഗ്രീനറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിന് കാണുന്ന ഒരു ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്, ആ ഡൈവേഴ്സിറ്റി നമുക്ക് ലോകത്ത് പല സ്ഥലങ്ങളിൽ പോയാൽ നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ പുറത്തു പോയാലും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ജീവിതം ഒന്നേ ഉള്ളൂ അല്ലേ, ദെയർ ഇസ് ഓൺലി വൺ ലൈഫ് എന്ന് പറയും. അപ്പോൾ ആ ഒരു ലൈഫിൽ നമുക്ക് ഒത്തിരിയേറെ ഇനിയും എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്, ഒത്തിരി കാണാനുണ്ട്, ഒത്തിരി അറിയാനുണ്ട്. അപ്പോൾ ആ ഒരു ചിന്തയിൽ ഇതുപോലൊരു കൂട്ടായ്മയൊക്കെ രൂപപ്പെട്ട് വരുന്നതിൽ വളരെയധികം സന്തോഷം. നിങ്ങളെ